പ്രിയപ്പെട്ടവരെ, ദേവാസ്തുവിളി എന്ന പൗരാണികമായ നോൻപുകാല അനുഷ്ഠാന രൂപമാണ് നമ്മളിപ്പോൾ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും വിഷയമാക്കുന്നത്. To devastate, to expel, പുറത്താക്കുക എന്നുള്ള ഒരു ശാസന ഉച്ചാടന പ്രാർത്ഥനയുടെ ഫോർമുലയാണ് ദേവാസ്തുവിളിയിൽ ഉപയോഗിക്കുന്നത്. ഈ നോൻപ് കാലത്ത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കാനുള്ള അനുതാപത്തിൻ്റെ കണ്ണുനീരിന് വേണ്ടിയുള്ള വലിയ പ്രാർത്ഥനയാണ് ദേവാസ്തുവിളി. ഉടയ തമ്പുരാനോട് നാമെല്ലാം കാരുണ്യമപേക്ഷിപ്പേ. ഈ നോൻപ് കാലത്ത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കാനുള്ള അനുതാപത്തിൻ്റെ കണ്ണുനീരിന് വേണ്ടിയുള്ള വലിയ പ്രാർത്ഥനയാണ് ദേവാസ്തുവിളി. ഉടയ തമ്പുരാനോട് നാമെല്ലാം കാരുണ്യമപേക്ഷിപ്പേ. ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ ദൈവപ്രമാണത്തിനോട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് യഹൂദ സമൂഹത്തിലുണ്ടായിരുന്നത് ക്ഷമാപ്രേയറാണ്. ജനങ്ങളെ അനുതാപത്തിലേക്ക് ക്ഷണിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിന് ഒത്തിരിയേറെ ഘടകങ്ങളുണ്ട്. അതെല്ലാം മിസ്റ്റർ ഫ്രാൻസിസ് സേവ്യറും അദ്ദേഹത്തിൻ്റെ സമകാലികനായ ഫാദർ ഹെൻട്രിക്കസും കൂടി 1552 ദ ഡോക്ട്രിൻ ഓഫ് ക്രിസ്തം, അതായത് ആദ്യത്തെ വേദപാഠ പുസ്തകം രൂപപ്പെടുത്തി വന്നപ്പോൾ ആ വേദപാഠ പുസ്തകത്തിൻ്റെ തീംസാണ് പിന്നീട് ദേവാസ്തുവിളിയായിട്ട് ജനങ്ങളിലേക്ക് ഫ്രാൻസിസ് സേവ്യർ അദ്ദേഹത്തിൻ്റെ സംഘവും പകർന്നു നൽകിയത്. ജനങ്ങളെ അനുതാപത്തിലേക്ക് ക്ഷണിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിന് ഒത്തിരിയേറെ ഘടകങ്ങളുണ്ട്. അതെല്ലാം മിസ്റ്റർ ഫ്രാൻസിസ് സേവ്യറും അദ്ദേഹത്തിൻ്റെ സമകാലികനായ ഫാദർ ഹെൻട്രിക്കസും കൂടി 1552 ദ ഡോക്ട്രിൻ ഓഫ് ക്രിസ്തം, അതായത് ആദ്യത്തെ വേദപാഠ പുസ്തകം, ആ വേദപാഠ പുസ്തകത്തിൻ്റെ തീംസാണ് പിന്നീട് ദേവാസ്തുവിളിയായിട്ട് ജനങ്ങളിലേക്ക് ഫ്രാൻസിസ് സേവ്യർ അദ്ദേഹത്തിൻ്റെ സംഘവും പകർന്നു നൽകിയത്. തൻ്റെ കാരുണ്യം ഞങ്ങളിലുണ്ടാകട്ടെ. ഇപ്പോൾ മനുഷ്യൻ്റെ അന്ത്യങ്ങളെക്കുറിച്ചും അന്ത്യം മരണം, ഒന്നാമത് മരണം, രണ്ടാമത് ശുദ്ധീകരണ സ്ഥലം, മൂന്നാമത് സ്വർഗം, നാലാമത് നരകം, ഇതേക്കുറിച്ചുള്ള പ്രബോധനങ്ങളാണ്, ദൈവവചന പ്രഘോഷണങ്ങളാണ് അവൈദികമായ ഒരു നിശാപ്രാർത്ഥന. സേത്തിൻ്റെ കാലം മുതലുണ്ട ആധ്യാത്മിക പാരമ്പര്യമുണ്ട് ഇതിനകത്ത്. സേത്താണ് ആദ്യം ദൈവത്തിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അത് ക്ഷമപ്പേരിൻ്റെ ആരംഭം സേത്തിൻ്റെ പ്രാർത്ഥനയാണ്. ആ ക്ഷമപ്പേരിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പിന്നീട് ദേവാസ്തുവിളി വരണത്. അങ്ങനെ ഒരു 3500 കൊല്ലത്തെ പാരമ്പര്യമുള്ള അനുഷ്ഠാന കലാരൂപമാണ് ദേവാസ്തുവിളി. 30 കൊല്ലമായി കൃപാസനം, പൗരാണിക രംഗകലാപീഠം ഈ കുറ്റിയറ്റുപോയ മൺമറഞ്ഞുപോയ ഈ അനുഷ്ഠാന കലാ പൈതൃകങ്ങളെ പുനർജീവിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ട് പുതിയ തലമുറയ്ക്ക് കൈമാറ്റാൻ വേണ്ടി നമ്മളിപ്പോൾ ഇൻഡോ യൂറോപ്യൻ സ്കൂൾ ഓഫ് ഫോക്ക് ആർട്സ് എന്ന് പറഞ്ഞ മേജർ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഈ ദേവാസ്തുവിളി രൂപം പ്രാർത്ഥിക്കാൻ പോകുന്നത് ചെറിയ പള്ളി, കാട്ടൂര് ചെറിയ പൊഴി പള്ളിയിലെ ദേവാസ്തുവിളി സംഘമാണ്. ഇവരും കൃപാസനം പൗരാണിക രംഗകലാപീഠത്തിൻ്റെ ചെറിയ പൊഴി യൂണിറ്റാണ്. ക്ലീറ്റസ് അരസകടവാണ് എൻ്റെ ആശാൻ. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം നോൻപ് കാലത്തെ അരുവികളോട് ദേവാസ്തുവിളി കേൾക്കാം.
ദൈവകുദോഷയാകുന്നു ശുദ്ധമാന കൃപാനയ്ക്ക് ജനിക്കപ്പെട്ട് പരിശുദ്ധ കന്യമറിയത്തിന്റെ മലോത്ഭവ ജനനത്തിലെ സ്തുതിയും വാഴും പുകയുമാകട്ടെ. ശുശ്രൂഷകരായ വിശ്വാസകാരെ നമ്മ നയിച്ചേടത്തിൽ വധിക്കുന്ന ആത്മാവോർപ്പേ നമ അവരെ സഹിക്കുന്നേ സങ്കടങ്ങളിൽ നിന്ന് ഉടയ തമ്പുരാൻ അവരെ രക്ഷിപ്പാൻ വേണ്ടിയിട്ട് സ്വർഗസ്ഥനാകുന്ന ഞങ്ങളുടെ പിതാവേ, ഇനിയവര സ്വർഗസ്ഥനാകുന്നവരാ നന്മ നിറഞ്ഞ മറിയം നമസ്കരിപ്പേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമന സ്വർഗസ്വരപടെ ഭൂമിയിലാണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിങ്ങളുടെ സ്ത്രീകളിലും അനുഗ്രഹപ്പെടലാവും, നിങ്ങളുടെ ഉദരത്തിൻ ഫലമാവശ്യം അനുഗ്രഹപ്പെടണമെന്ന്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സാവദോഷത്തിലുൾപ്പെട്ടു കിടക്കുന്ന ജനങ്ങൾക്കു വേണ്ടിയിട്ട് അവരവർ ചെയ്ത ദോഷത്തിന്മേൽ ഉന്മയമായിട്ടുള്ളറിവുകളുണ്ടാകുവാൻ ആ ദോഷത്തിൽ നിന്നുടയ തമ്പുരാൻ അവരെ രക്ഷിപ്പാൻ വേണ്ടിയിട്ട് സ്വർഗസ്ഥനാകുന്ന ഞങ്ങളുടെ പിതാവേ, ഇനിയും ഒരു സ്വർഗസ്ഥനാകുന്നതുവരെ
നന്മ നിറഞ്ഞവരെ നമസ്കരിപ്പേ. സ്വർഗസ്നായുള്ള പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമണ സ്വർഗസ്വരയുടെ ഭൂമിയിലാണമേ. നന്മ നിറഞ്ഞവരെയുമേ സ്വസ്തി, കർത്താവ് അങ്ങോട്ട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹപ്പെടലാവുന്നു, നിങ്ങളുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹപ്പെടാനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്നായുള്ള പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ് സ്വർഗസ്വരയുടെ പോലെ ഭൂമിയിലാണമേ. നന്മ നിറഞ്ഞവരെയുമേ സ്വസ്തി, കർത്താവ് അങ്ങോട്ട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹപ്പെടലാവുന്നു, നിങ്ങളുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹപ്പെടാനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കടലിൽ സഞ്ചരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിട്ട് അവരവർ നിനച്ച ദിക്കുകളെ ഉടയതമ്പുരാന്റെ മനോഗുണത്തിനാല് സ്വർഗസ്ഥനാകുന്ന ഞങ്ങളുടെ പിതാവേ, ഇനിയും ഒരു നന്മ നിറഞ്ഞവരെയോ നമസ്കരിപ്പേ. സ്വർഗസ്നായുള്ള പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ് സ്വർഗസ്വരയുടെ പോലെ ഭൂമിയിലാണമേ. നന്മ നിറഞ്ഞവരെയുമേ സ്വസ്തി, കർത്താവ് അങ്ങോട്ട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹപ്പെടലാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹപ്പെടാനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജ്യേഷ്ഠാനുജ
അടുത്ത നാളൊരു കബറിനകത്താകിലോ ആയുസിന്റെ ഒടുക്കമെത്രയോ ദൃഢം വരും നിശ്ചയോ എന്നേക്കുമുള്ള സ്ഥലം രണ്ടെന്നറിഞ്ഞാലോ ഒന്നാമത് കണക്കുകൾ കേൾപ്പിക്കേണ്ടത് സർവതും വശമാകുന്ന നാഥന്റെ തിരുമുമ്പേ വിധിക്കപ്പെടുമ്പോ ന്യായ ക്രൂരത പെട്ടത് ശിക്ഷ ഭയങ്കരമെത്രയും അതിക്രമപ്പെട്ടത് എന്നാലോ ജ്യേഷ്ഠാനുജന്മാരെ നമ്മൾ ചെയ്ത ദോഷത്തിന്മേൽ തേറിക്കൊണ്ട് ഉടയ തമ്പുരാനോട് നാം എല്ലാം കാരുണ്യമപേക്ഷിപ്പേ. തന്റെ കാരുണ്യം ഞങ്ങളിലുണ്ടാകട്ടെ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ വത്സന്റെ ഇടയിൽ താലയങ്ങളിൽ എത്ര ഞങ്ങൾ രക്ഷിക്കാനുള്ള തമ്പുരാനെ പിതാവിനും പുത്രനും പരിശുദ്ധ